ഗവർണർക്കെതിരായ ഉപരോധം തുടർന്ന SFI. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണർക്കെതിരെ SFI ബാനർ ഉയർത്തി. ഇന്ന് ഗവർണർ സന്ദർശനം നടത്താനിരിക്കുകയാണ്. ചാൻസലർ ഗോ ബാക്ക് എന്ന് ഉൾപ്പെടെ എഴുതിയ ബാനർ ഉയർത്തിയത്. ദിസ്ന സുരേഷാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ദിസ്ന, എന്തായാലും ഗവർണർ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതാണ്. എന്തായാലും ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വൈകുന്നേരം എത്തുന്നുണ്ട്, അവിടെ ഇന്ന് തങ്ങുന്നുണ്ട്. അതിനിടയിലാണ് ഈ പ്രതിഷേധം കുറയ്ക്കില്ല, കൂടുതൽ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു ധാർഷ്ട്യം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ SFIയുടെ വെല്ലുവിളി ഏറ്റെടുത്താണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത്. വൈകുന്നേരം 6:30 ഗവർണർ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. തുടർന്ന് റോഡ് മാർഗം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. SFI നേതാക്കൾ അടക്കം തന്നെ ഗവർണറെ കരിങ്കൊടി കാണിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. തങ്ങളുടെ സമരമാണിത്, തങ്ങൾ ഗവർണർക്കെതിരെ പ്രതിഷേധം നടത്തുമെന്നൊരു വെല്ലുവിളിയാണ് SFI എടുത്തിരുന്നത്. ഈ വെല്ലുവിളി ഗവർണർ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ ഗവർണർക്ക് 3 ദിവസത്തെ പരിപാടിയാണുള്ളത്. നാളെ ഒരു സ്വകാര്യ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. 18-ാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഏകദിന സെമിനാറിലും ഗവർണർ പങ്കെടുക്കുന്നുണ്ട്. സർക്കാർ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ഹൗസിലാണ് ഗവർണർ താമസിക്കുന്നത്. SFIയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഗവർണർ കോഴിക്കോട് ജില്ലയിൽ എത്തുന്നത്. എന്നാൽ ക്യാമ്പസിൽ SFI ഗവർണർക്കെതിരെ നിരവധി പോസ്റ്ററുകൾ പതിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. സംഘീയ ഗവർണർ ഗോ ബാക്ക് തുടങ്ങി സംഘീയ ഗവർണർ ക്യാമ്പസുകളിൽ കാലുകുത്തരുത് തുടങ്ങി ഇംഗ്ലീഷിൽ എഴുതിയ നിരവധി മുദ്രാവാക്യങ്ങളാണ് SFI പ്രവർത്തകർ പതിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രതിഷേധം ഉണ്ടാവുമെന്ന് SFI നേതാക്കളും വ്യക്തമാക്കിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വൻ സുരക്ഷാ സംവിധാനമാണ് ഗവർണർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. 300-ലധികം പോലീസുകാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. കൊണ്ടോട്ടി പോലീസിനാണ് ഇതിന്റെ ചുമതലയുള്ളത്. മാത്രമല്ല അവിടെ എത്തുന്ന ആളുകൾക്കൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും SFI അവരുടെ പ്രതിഷേധവുമായി ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ ഗവർണർ അവരുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഇന്ന് കോഴിക്കോട് വൈകുന്നേരം എത്തുമെന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ DGP ദർവേഷ് സാഹിബ് ഇത് സംബന്ധിച്ച പോലീസുകാർക്ക് കർശനമായി നിർദ്ദേശം നൽകിയിരുന്നു. സുരക്ഷ വർദ്ധിപ്പിക്കണം. കാരണം തുടക്കത്തിൽ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ് ഗവർണറുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പോലീസിനുണ്ടായ വൻ വീഴ്ച. ഇത് റിപ്പോർട്ടും അപ്രകാരം തന്നെയാണ്, ഇതേ തുടർന്നുള്ള അന്വേഷണ റിപ്പോർട്ടും അപ്രകാരം തന്നെയാണ് സൂചിപ്പിച്ചത്. ഇതേ തുടർന്ന് ഈ സംഭവങ്ങൾ, ഈ വീഴ്ച ആവർത്തിക്കാതിരിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന്, DGPയുടെ ഭാഗത്തു നിന്ന് കർശന നിർദ്ദേശമുണ്ട്. അപ്രകാരമുള്ള ഒരു സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ടോ? തീർച്ചയായും പോലീസിൽ നിന്നും വലിയൊരു രീതിയിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഗവർണർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി S ശശിധരന്റെ നേതൃത്വത്തിൽ 3 DYSPമാരും 6 CIമാരും അടക്കം 300-ലേറെ പോലീസുകാരെയാണ് ഗവർണറുടെ സുരക്ഷയ്ക്ക് വേണ്ടി വിന്യസിച്ചിട്ടുള്ളത് എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. കൂടാതെ അഗ്നിരക്ഷാ സേനയുടെ മോട്ടോർ വാഹന വകുപ്പിന്റെയും അടക്കമുള്ള സേവനങ്ങൾ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ ഗവർണർക്കും ഗവർണറുടെ ഉദ്യോഗസ്ഥർക്കും മാത്രം താമസിക്കുവാനുള്ള ഒരു അനുമതി മാത്രമാണ് പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും കൊണ്ടോട്ടി പോലീസ് വലിയൊരു സുരക്ഷാ സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സുരക്ഷാ ചുമതലയും നൽകിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഗവർണർ കാലിക്കറ്റിൽ എത്തുക.